ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ചാടിപ്പോയ സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ നടപടി. അന്ന് ജോലിയിലുണ്ടായ 4 പേരെയാണ് സ്ഥലം മാറ്റിയത്. സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. വിവരങ്ങളുമായി രമ്യയാണ് ചേരുന്നത്. രമ്യ, ഈ വിനീഷിനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ദൃശ്യ കൊലക്കേസ് പ്രതിയായ വിനീഷ് ചാടിപ്പോയ സംഭവത്തിലാണ് ഇത്തരത്തിൽ 4 പോലീസുകാർക്കെതിരെ ഇപ്പോൾ നിലവിൽ നടപടിയെടുത്തിട്ടുള്ളത്. അന്ന് ജോലിയിൽ ഉണ്ടായിരുന്ന 4 പോലീസുകാരെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. അതായത് അന്നത്തെ ദിവസം ഈ പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഈ ഗ്ലാസ് ഉപയോഗിച്ച് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുമർ തുറന്നുകൊണ്ട് ഈ വിനീഷ് ചാടി രക്ഷപ്പെടുന്നത്. അതിനുശേഷം തന്നെ കൃത്യമായി പോലീസ് അന്വേഷിച്ചിട്ടും ഇതുവരെയായിട്ടും വിനേഷിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിന്നു. അതായത് CCTV ഉൾപ്പെടെ, അതായത് ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നോ സമീപത്തു നിന്നോ ഒരൊറ്റ CCTV ദൃശ്യങ്ങൾ പോലും വിനേഷുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് ആദ്യഘട്ടം മുതൽ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉണ്ടായിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതായത് ഇത്തരത്തിൽ